എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി വി ആർ ഫീച്ചറിംഗ് എ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന പോഡ്കാസ്റ്റ്. ഒന്ന് ചോദിച്ചോട്ടെ, എന്താ ചേച്ചി അനാശാസ്യം തുടങ്ങിയിട്ട് എത്ര നാളായി? ഓരോ ഫാന്റസിക്കും ഞങ്ങൾ ഓരോ റേറ്റ് ഫിക്സ് ചെയ്യും. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറ്? സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട്. പണം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാ. ഈ ഒരു ഒറ്റ ജോലി കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ആളാ ആ പോയത്. കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? മാത്രമല്ല എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. മലയാളി ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലോ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? എടാ നീ കിടന്നാർന്നോ? ഇല്ലക്ക, ഞാൻ വയലപ്പള്ളിയുടെ കവിത വായിക്കായിരുന്നു. കൂടുതലും എൻക്വയറീസ് വരുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. ചിലടത്ത് ഹസ്ബൻഡിന് പറ്റില്ലാത്തവർ, അപ്പൊ അവര് പറയും ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങള് വരാമോ എന്ന് ചോദിക്കും. എന്താ ഈ കാണിക്കണേ? പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? എത്രയാണ് പേയ്മെന്റ് എങ്ങനെയാ വരുന്നത്? പെർ മന്ത് 50,000 നിന്ന് 1 lakh വരെ. വേണ്ടി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാമെങ്കിൽ വെറുതെ ഇരുന്ന് എങ്ങനെ കോടീശ്വരനാകാന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പഠിച്ചിട്ടുള്ളത് കാശുണ്ടെങ്കിൽ കൂടെ 4 പേരുണ്ടാവും, പ്രശ്നമില്ല എന്നുള്ളതാണ് എന്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ട്. എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവിന് വേണ്ടിയാണ്. പണമില്ലാത്തവൻ ഇന്ന് പിണമാണ്. ഒരു മാസം ഏകദേശം എത്ര വരെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു 2 lakhs വരെ കിട്ടും. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. നീ രാത്രി ഡോറും തുറന്നിട്ട് വായും പിടിച്ചിരുന്നോ? കിട്ടും. ഈ 2 lakhs ഏർണിങ്സ് കൊണ്ട് ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇവന്റെ സീറ്റ വരച്ചത് എന്റെ തലേ വരച്ചിരുന്നെങ്കിൽ. ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും. നിങ്ങൾ ഇത്രയും നന്നാക്കുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഞാൻ പോകുന്നു. ബൈ ബൈ.